ആദ്യമായി ഇതിന് വേണ്ടുന്നത് ഒരു സോളിനോയിഡ് വാൾവാണ്. സോളിനോയിഡ് വാൾവ് ഇത് നമ്മുടെ ടാപ്പിൻ്റെ അടിയിലുള്ള ആംഗിൾ കോക്കുമായി കണക്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഉപയോഗം അത് നിർമ്മിക്കുമ്പോൾ പറഞ്ഞു തരാം. രണ്ടാമതായി വേണ്ടത് ഒരു പ്രോക്സിമിറ്റി സെൻസർ. ഇതാണ് പ്രോക്സിമിറ്റി സെൻസർ. ഈ സെൻസർ മാത്രമേ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാപ്പിനടുത്തായി കാണുകയുള്ളൂ. അത് തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ബാക്കിയെല്ലാം ടാപ്പിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലായി വെക്കുകയാണ് ചെയ്യുക. ഈ ഒരു സാധനം മാത്രമേ നമ്മൾ ടാപ്പിൻ്റെ മുകളിലേക്ക്, വെള്ളം കൈ കഴുകുന്ന ടാപ്പിൻ്റെ മുകളിലേക്ക്, അല്ലാതെ ഈ സെൻസർ ആണ് ഇതിൻ്റെ ശരിയായ കമ്പോണൻറ്റ്. ഇത് സെൻസ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായി സോളിനോയിഡ് വാൾവ് തുറക്കുന്നു, വെള്ളം വരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. പിന്നീട് ഇതിലേക്ക് വേണ്ടുന്നത് ഒരു 12 വോൾട്ടിൻ്റെ റിലേ ആണ്. റിലേ കൊണ്ട് നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. റിലേക്ക് ഇതേമാതിരിയുള്ള റിലേക്ക് 5 കാലുകളാണ്. 1, 2, 3, 4, 5 കാലുകളാണ്. അത് ഓരോ കാലിൻ്റെയും ഉപയോഗം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. പിന്നീട് വേണ്ടുന്നത് 7805 എന്ന് പറയുന്ന ഒരു IC ആണ്. ഇതാണ് 7805 IC. ഇതിന് 3 കാലുകളാണ് ഉള്ളത്. ഇത് ഇൻപുട്ട്, നെഗറ്റീവ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് പോസിറ്റീവ്, ഇൻപുട്ട് നെഗറ്റീവ്. ഇതിൽ നിന്ന് തന്നെ ഔട്ട്പുട്ട് നെഗറ്റീവ് എടുക്കും, ഇത് ഔട്ട്പുട്ട് പോസിറ്റീവ്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ കാലുകൾക്കുള്ള പ്രത്യേകത. പിന്നീട് വേണ്ടുന്നത് BC 547 എന്ന് പറഞ്ഞ ഒരു തരം ട്രാൻസിസ്റ്ററാണ്. വളരെ ചെറുതാണ്. ഇതിൻ്റെ കാലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അങ്ങ് ഒടിഞ്ഞു പോകും. വളരെ നേരെ, പക്ഷേ അതിൻ്റെ പ്രവർത്തനം വളരെയധികം ശക്തമാണ്. ഇനി വേണ്ടുന്നത് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ. 12 വോൾട്ടിലാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്. വോൾട്ട് ഒരു 100-150 രൂപ കൊടുത്താൽ കിട്ടും. പിന്നെ ഒരു കാര്യം, ഈ സോളിനോയിഡ് വാൾവ് കാശ് കൊടുത്ത് വാങ്ങുന്നില്ലെങ്കിൽ നമുക്ക് ഈ പഴയ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ പൊളിക്കുന്ന സമയത്ത് ഇത് കിട്ടും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നീട് വേണ്ടുന്നത് ഒരു നൈലോൺ ട്യൂബാണ്. നമ്മുടെ ടാപ്പിൽ നിന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ടാപ്പിൻ്റെ അടിയിൽ നിന്ന്, ആംഗിൾ കോക്കിൽ നിന്ന് ടാപ്പിലേക്ക് കണക്ഷൻ കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ ഇങ്ങനത്തെ 2 വേണം. പക്ഷേ ഒന്ന് ഓൾറെഡി ആടെ ടാപ്പിൽ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് വേറൊന്ന് എക്സ്ട്രാ കരുതിയാൽ മതി. പിന്നെ കുറച്ച് ടഫ്ലോൺ ടാപ്പ്. അത് ഈ സോളിനോയിഡ് വാൾവിൻ്റെ ത്രെഡിൽ ചുറ്റാൻ വേണ്ടിയാണ്, ലീക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഉപകരണം നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി വേണ്ടത്. നമുക്ക് നിർമ്മാണം ആരംഭിക്കാം. ആദ്യമായി പ്രോക്സിമിറ്റി സെൻസറിൻ്റെ 3 പിന്നുകളിൽ നിന്ന്
3 വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതായത് VCC പോസിറ്റീവ്, പിന്നീട് ഗ്രൗണ്ട് നടുവിലത്തെ പിന്ന്, മൂന്നാമതായി ഔട്ട്. 3 പിന്നിൽ നിന്നും കുറച്ച് നല്ല നീളത്തിൽ 3 വയർ കണക്ട് ചെയ്ത് വെക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിറ്റ് ടാപ്പിൻ്റെ അടിയിൽ വെക്കുന്നു. ഒടുവിൽ ഇത് ആരും കാണാത്ത രീതിയിൽ ടാപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ഭാഗം മാത്രമേ പിന്നെ പുറത്ത് കാണുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നീളമുള്ള ഒരു വയറെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ബോക്സിലാണ് ഇതൊക്കെ നിർമ്മിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണം വയർ മതി. എല്ലാം കൂടി ഒരു ബോക്സിലെടുത്ത് ടാപ്പിൻ്റെ അടുത്ത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും, അതും അങ്ങനെയും ചെയ്യാം. 3 വയർ ജോയിൻ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് വെച്ച് അതവിടെ വെക്കുക. അടുത്തതായി 12 വോൾട്ട് റിലേ എടുത്ത് ഒരു 1N 4007 ഡയോഡ് നിങ്ങളൊക്കെ കണ്ടിരിക്കും. ഇതിന് മുകളിൽ ഒരു ചെറിയ വരയുണ്ട്. ആ വരയുള്ള ഭാഗം മുകളിൽ വരത്തക്കവണ്ണം റിലേയുടെ 3 കാലുകളുള്ള ഇതിൻ്റെ ഒന്ന് മുകളിലും ഒന്ന് താഴെയും നടുവ് അവിടെ ഒഴിവാക്കി വെക്കണം. ഡയോഡ് വരയുള്ള ഭാഗം മുകളിൽ, അതവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ICയുടെ 3 ലഗുകൾ ഇത് തമ്മിൽ ഷോർട്ടാകാതിരിക്കാൻ വേണ്ടി ഒരല്പം ഇതേപോലെ അകത്തി കൊടുക്കുക. ഇതുപോലെ. ഇതാണ് പോസിറ്റീവ് ഇൻപുട്ട്. ഇത് നെഗറ്റീവ് ഇൻപുട്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു വയറെടുത്ത് നെഗറ്റീവ് ഔട്ട്പുട്ടായും പോസിറ്റീവ് ഔട്ട്പുട്ടായും എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ 7805 IC എടുത്ത് അതിൻ്റെ ഇൻപുട്ട് ലെഗ് എന്ന് പറയുന്നത് ആദ്യത്തേതാണ്. ആ ആദ്യത്തെ ലെഗ് റിലേയുടെ ഈ കാലുമായി ബന്ധിപ്പിക്കണമെങ്കിൽ നമുക്കിതൊന്ന് അടിമറിച്ച് വെക്കാം. ഇല്ലെങ്കിൽ ഈ അറ്റത്ത് നിന്ന് വയർ കഷ്ണം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇത് അടിമറിച്ച് വെക്കുമ്പോൾ ഇൻപുട്ട് ഇവിടെ കിട്ടും. അതുകൊണ്ട് ഞാനത് ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ലെഗ് റിലേയുടെ വരയുള്ള ഭാഗത്ത് റിലേയുടെ വരയുള്ള ഭാഗത്ത് മുകളിലായി സോൾഡർ ചെയ്ത് വെക്കുക. അടുത്തതായി BC 547 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ, ഇതാണ് എടുക്കേണ്ടത്. ഈ BC 547 എന്ന് പറഞ്ഞാൽ കലക്ടർ, ബേസ്, എമിറ്റർ. അപ്പോൾ ഇത് കലക്ടർ പിന്ന്, ഇത് ബേസ് പിന്ന്, ഇത് എമിറ്റർ പിന്ന്. വളരെ ചെറിയ ട്രാൻസിസ്റ്ററാണ്. അതുകൊണ്ട് അതിനെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ കാല് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അതങ്ങനെ കാല് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിനെ ഈ രൂപത്തിലൊന്ന് മടക്കി വെക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തത് കലക്ടർ, ബേസ്, എമിറ്റർ. ഈ കലക്ടർ പിന്നെ
റിലേയുടെ ഒന്നാമത്തെ പിന്ന് എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗം സോൾഡർ ചെയ്ത് വെച്ച് ആ കാലിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇവിടെ കലക്ടർ പിന്ന് ഞാൻ റിലേയുടെ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തേക്ക് അവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1K റെസിസ്റ്റർ എടുത്ത് BC 547 ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലെ പിന്ന്, അതായത് കലക്ടർ, ബേസ്, എമിറ്റർ, അത് ഞാൻ പിന്നോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ആ 1K റെസിസ്റ്റർ ഇതുമായി യോജിപ്പിക്കുക. റെസിസ്റ്ററുമായി ഇതേപോലെ ജോയിൻ ചെയ്ത് വെക്കുക. ഇത്ര വലിയ നീളമൊന്നും വേണ്ട, ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അടിമറിച്ച് വെച്ചതുകൊണ്ട് ഇവിടെ വന്നു. ഇനി ഇൻപുട്ട്, ഗ്രൗണ്ട് ഇൻപുട്ട്, ഇനി മറ്റൊരു വയറെടുത്ത് ഇവിടുന്ന് തന്നെ പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ അത് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് വരിക. ഇൻപുട്ട്, ഗ്രൗണ്ട് ഇവിടെ കൊടുക്കുക. ഇതിൻ്റെ VCC എന്ന ഭാഗം സോൾഡർ ചെയ്ത വയറെടുത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് പിന്നിൽ കൊടുക്കും. അതായത് ഔട്ട്പുട്ട് പോസിറ്റീവ്. അതായത് ഈ യൂണിറ്റ് ഒരു ചെറിയ ബോക്സിലാക്കി അടിയിൽ വെക്കുവാനും, വാഷ് സ്പേസിൻ്റെ അടിയിൽ വെക്കുവാനും ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനും രീതിയിലാണ് ഞാനിത് നിർമ്മിക്കുന്നത്. അടുത്തതായി ഒരു കഷ്ണം വയറെടുത്ത് റിലേയിലേക്ക് പോയ ഈ വരയുള്ള ഭാഗം, അതായത് മുകളിലത്തെ പിന്ന്, ആ പിന്നിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുക. വയറിൻ്റെ ഒരറ്റം റിലേയുടെ മുകളിലത്തെ പിന്നിലേക്കും അതിൻ്റെ മറ്റേ അറ്റം റിലേയുടെ നടുവിലെ പിന്നിലേക്കും കണക്ട് ചെയ്യത്തക്ക വിധത്തിലാണ് ഇത് കൊടുക്കേണ്ടത്, കണക്ഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈ പിന്നിലേക്ക് കൊടുത്ത് ആ വയറിൻ്റെ അറ്റം, വയർ കഷ്ണത്തിൻ്റെ അറ്റം ഈ റിലേയുടെ നടുവിലെ പിന്നുമായി ഒന്ന് കണക്ട് ചെയ്യണം.
ഇനി നമുക്ക് ഒരു 3 കഷ്ണം വയർ, അത് കറുത്ത വയറാണെങ്കിൽ കറുത്ത വയർ, അത് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കേണ്ടതാണ്. നെഗറ്റീവ് കണക്ഷൻ നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ 3 കഷ്ണം വയറെടുത്ത് അത് എല്ലാം 3 കൂടി ചുരുട്ടി ICയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അതായത് നടുവിലെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിലൊരു വയർ ചാർജറിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ചാർജറിലേക്കുള്ള അഡാപ്റ്ററിലേക്ക് പോകേണ്ടതാണ്. അഡാപ്റ്ററിൽ പോകേണ്ട പോസിറ്റീവ് നമ്മൾ നേരത്തെ ഇവിടെ സോൾഡർ ചെയ്തു, അതായത് റിലേയുടെ മുകളിലെ പിന്നിൽ. ICയുടെ നടുവിലെ പിന്നിൽ നിന്ന് 3 വയർ ജോയിൻ്റ് എടുത്ത് ഒന്ന് അഡാപ്റ്ററിലേക്ക് പോവുക, പോസിറ്റീവ് നെഗറ്റീവ്. അത് അഡാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലുള്ളൊരു ചെറിയ സോക്കറ്റ് എടുത്ത് ഇതുമായി സോൾഡർ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് അഡാപ്റ്ററിൻ്റെ പിന്ന് കുത്താം. അതല്ലെങ്കിൽ അഡാപ്റ്ററിൻ്റെ ഇവിടുന്ന് മുറിച്ച് കളഞ്ഞ് ആ വയർ ഇവിടെ ജോയിൻ ചെയ്യുക. അതുമല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ഫീമെയിൽ സോക്കറ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. 2-3 വിധത്തിലെടുക്കാം. ഇതിനൊക്കെ പൈസ 10, 20, 25 രൂപയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സോക്കറ്റിന് ചെറിയ പൈസ 10 റുപ്യക്കൊക്കെ ഇത് കിട്ടും. ഇനി അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റർ മുറിച്ച് ഇവിടെ ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഇനി ICയുടെ 2 പിന്ന് 2 വയർ ബാക്കിയുണ്ട്. ICയുടെ നടുവിലെ പിന്നിൽ നിന്നെടുത്ത 2 വയർ ബാക്കിയുണ്ട്. അതിലൊരു പിന്ന് നമ്മുടെ BC 547 ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററുമായി കണക്ട് ചെയ്യണം. അപ്പോൾ അതിലിനി ഒരു വയറാണ് ബാക്കിയുള്ളത്. ഇത് പോകേണ്ടത് നമ്മുടെ സോളിനോയിഡ് വാൾവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ്. ഈ 2 പിന്നുണ്ട്, സോളിനോയിഡ് വാൾവിൻ്റെ 2 പിന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് എവിടെയും കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആ 3ാമത്തെ വയർ നമ്മൾ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണം. ഇത് ടാപ്പുമായി ബന്ധിപ്പിച്ചതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ സോൾഡർ ചെയ്യാതെ വിട്ടിരിക്കുന്നത്. ഇത് ടാപ്പുമായി ഫിറ്റ് ചെയ്യേണ്ടത്, ടാപ്പിൻ്റെ താഴെയുള്ള ആംഗിൾ കോക്കുമായിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഭാഗമായതുകൊണ്ട് അപ്പോൾ ഇതിന് സോൾഡറിങ് ഇളകാനൊക്കെ സാധ്യതയുണ്ട്. ഒരു മെക്കാനിക്കൽ വർക്കായതുകൊണ്ട് ഞാൻ അവിടെ ഫിറ്റ് ചെയ്തില്ല. അത് പിന്നീട് അവിടെ സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ വയർ അതിനുള്ളതാണ്, ഇതിലേക്ക് കൊടുക്കാനുള്ളതാണ്. സോളിനോയിഡ് വാൾവിലേക്കുള്ള നെഗറ്റീവ് വയർ നമ്മൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ പോസിറ്റീവ് വയറാണ് കൊടുക്കേണ്ടത്. അതിനാണ് ഇപ്പോൾ നമ്മളത് സോൾഡർ ചെയ്യുന്നത്. അതും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇത് കൊടുക്കുമ്പോൾ മാറിപ്പോകരുത്. മാറിപ്പോയാൽ റിവേഴ്സ് കാണിക്കും. മുകളിലല്ല, താഴത്തെ പിന്നിലേക്കാണ് കൊടുക്കേണ്ടത്. അതായത് 3 പിന്ന് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ 1, 2, 3, പിന്നെ 4, 5, 5ാമത്തെ പിന്ന് താഴത്തുള്ള പിന്നിൽ കൊടുക്കണം. അതായത് ഇവിടെ ഈ പിന്നിൽ. നോർമലി ക്ലോസ്ഡ് എന്നാണ് ഈ പിന്നിന് പറയുക. ഇത് നോർമലി ഓപ്പൺഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കണക്ഷൻസൊക്കെ ആയി. അപ്പോൾ ഈ പിന്ന് ഇപ്പോൾ ജോയിൻ ചെയ്ത് ഇതാണ് സോളിനോയിഡ് വാൾവിലേക്ക് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയാലും പ്രശ്നമില്ല. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ വയർ മറ്റേത് ഇവിടെയും കൊടുക്കുക. അപ്പോൾ ഈ കണക്ഷൻസൊക്കെ നമുക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി അതവിടെ സീൽ ചെയ്ത് വെക്കുക. നമുക്ക് പുറത്തേക്ക് വരേണ്ടത്
ഈ ഒരു പ്രോക്സിമിറ്റി സെൻസർ മാത്രമാണ്. ഇത് ടാപ്പിൻ്റെ വാഷ് ബേസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അതിലൂടെ പുറത്ത് കൊണ്ടുവന്ന് ഈ രണ്ട് ഇത് മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റൂ. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ലീക്കായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ടഫ്ലോൺ ടാപ്പ് ഇതിനൊന്ന് ചുറ്റണം. ഇനി നമുക്ക് ഇത് അവിടെ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ത്രെഡ് നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് ആംഗിൾ കോക്കിലെ ട്യൂബ് അഴിച്ചു മാറ്റി ഇത് ആംഗിൾ ക്ലോക്കിലേക്ക് കൊടുക്കുക. എന്നിട്ട് അഴിച്ചു മാറ്റിയ സാധനം ഇവിടെ വെക്കുക. ഇതിലൂടെ വെള്ളം വന്ന് ടാപ്പിലേക്ക് പോകും. ഞാനിതിനെ എല്ലാം കൂടി ഒരു ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സീൽ ചെയ്ത് ടാപ്പിൻ്റെ അടിയിൽ വാഷ് ബേസിൻ്റെ അടിയിൽ അവിടെ ഫിറ്റ് ചെയ്യും. ഇത് രണ്ട് നമ്മുടെ ആംഗിൾ കോക്കിലേക്ക് ഇതിലേക്ക് പോകേണ്ടതാണ്, നമ്മുടെ സോളിനോയിഡ് വാൾവിലേക്ക്. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിലേക്ക് പോയ ഇതിനെ അവിടെ തന്നെ നിർത്തും. ആംഗിൾ ക്ലോക്കിലുള്ളത് അങ്ങ് അഴിച്ചു മാറ്റും. ആംഗിൾ ക്ലോക്കിലുള്ളതിനെ അഴിച്ചു മാറ്റുക. എന്നിട്ട് ഇപ്പോൾ നിലവിൽ ടാപ്പിലൊന്ന് ഉണ്ടാവും, അത് ആംഗിൾ ക്ലോക്ക് അങ്ങ് അഴിച്ചു മാറ്റും. അതിനുശേഷം ഇതുപോലെ ഒരു ഇതാണ് നമുക്ക് രണ്ടാമതും വേണ്ടത്. ഇത് ആംഗിൾ ക്ലോക്കിലേക്ക് പോകും. അതായത് ആംഗിൾ ക്ലോക്കിലൂടെ വെള്ളം ഇവിടെ വന്ന് ഇതിൻ്റെ ഇൻപുട്ട് നമുക്കിതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം. ഈ സോളിനോയിഡ് വാൾവ് വർക്കാവുന്നതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം.
കണക്ഷൻ ശരിയായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സോളിനോയിഡ് വാൾവ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് സെൻസറും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. സോളിനോയിഡ് വാൾവ് ഇവിടെയുണ്ട്. അതിനുശേഷം ലീക്ക് വരാതിരിക്കാനായി ടെഫ്ലോൺ ടാപ്പ് ചുറ്റുക. അതിനുശേഷം സോളിനോയിഡ് വാൽവിൽ നിന്ന് എടുത്ത പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ആദ്യമായി അഴിച്ചു മാറ്റുക. ആംഗിൾ കോക്കിൽ നിന്ന് ടാപ്പിലേക്ക് പോയ പൈപ്പാണിത്. അതാണ് ഊരി മാറ്റിയത്. അതിനുശേഷം അതിൻ്റെ തല സോളിനോയിഡ് വാൽവിലേക്ക് തന്നെ തിരിച്ചു കയറ്റുക. അതായത് ഇതിലൂടെ വന്ന് സോളിനോയിഡ് വാൽവിലൂടെ ഇത് ടാപ്പിലേക്ക് പോകും.
ഇതിൻ്റെ 12 വാൾട്ട് അഡാപ്റ്റർ ഇതിൻ്റെ ഫീമെയിൽ പിന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫിറ്റിങ്സ് മുഴുവൻ ഈ പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് സോളിനോയിഡ് വാൾവ്, ഇതിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആംഗിൾ കോക്കിൽ നിന്ന് വരുന്ന പൈപ്പ് സോളിനോയിഡ് വാൽവിൽ കൊടുത്ത് അതിലൂടെ വെള്ളം പോയി ഇത് നേരെ പോയി മുകളിലേക്ക് വാഷ് ബേസിൻ്റെ ടാപ്പിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ്. ഇവിടെ ഇത് ഞാൻ താൽക്കാലികമായി IR സെൻസർ ഈ ചെറിയൊരു ബോക്സിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് താൽക്കാലികമായി ചെയ്തതാണ്. ഇത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. ഇപ്പോൾ നമുക്ക് കൈ കാണിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട്. ടാപ്പിൽ നിന്ന് അനാവശ്യമായി വെള്ളം പോവില്ല. നമുക്ക് ഇറക്കുന്ന സമയത്ത് ടാപ്പ് അവിടെ തനിയെ ഓഫാവുന്നുണ്ട്. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ പ്രോക്സിമിറ്റി സെൻസറിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിലെ ഒരു ബ്ലൂ ഏരിയ ഉണ്ട്, അത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് വേണ്ടെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും. അത് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുവാനാണ് അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഫുൾ ടൈം വെള്ളം വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇതുവരെ കണ്ട മുഴുവൻ സുഹൃത്തുക്കൾക്കും റെയിൻബോ ടെക് മലയാളം ചാനലിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.